ജസീന്തും മഞ്ജുവും കൊട്ടാരക്കരയിൽ താമസം തുടങ്ങിയിട്ട് 3 വർഷമായി. സാമൂഹ്യ വിരുദ്ധരുടെയും ലഹരി സംഘങ്ങളുടെയും ശല്യത്തിൽ നിരവധി തവണ എക്സൈസിൽ പരാതിയും നൽകി. ഇതിന്റെ വിരോധമായിരുന്നു കഴിഞ്ഞ ദിവസം കുടുംബത്തിനു നേരെയുണ്ടായ ആക്രമണം. കച്ചവടം കഴിഞ്ഞു മടങ്ങിയെത്തിയ മഞ്ജുവിനെയും മകനെയും വഴിയിൽ തടഞ്ഞു നിർത്തിയാണ് അക്രമികൾ ഉപദ്രവിച്ചത്. മകൻ ഭയന്നോടുകയും നിലത്ത് വീണ മഞ്ജുവിനെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. പോലീസ് എത്തിയതോടെ അക്രമികൾ രക്ഷപ്പെട്ടു. ലൈറ്റിലെടുത്ത് എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ടോർച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ അടിച്ചിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ മൂത്ത മോനും ഉണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കയറി വരിക. അപ്പോഴത്തേക്കും പൈപ്പ് കഷ്ണം വലുത് അവരെ കയ്യിലിരിക്കുക. ചെറുക്കൻ അടിക്കാൻ ഓട്ടിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് തറയെ വീണു. അപ്പോഴത്തേക്ക് അവൻ്റെ കയ്യിലൊരു പൈപ്പ് ഇരുന്ന് അവൻ ഇങ്ങനെ തലയ്ക്ക് വാങ്ങി അടിക്കുക. ഞാൻ അപ്പോൾ കൈ വെച്ച് ഇങ്ങനെ ഇതായപ്പോഴാണ് കയ്യിലിങ്ങനെ അടിച്ചത്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ ചികിത്സയ്ക്കു ശേഷം കുടുംബം പോലീസിൽ പരാതി നൽകി. തുടർന്ന് ഭർത്താവുമൊത്ത് ഓട്ടോയിൽ വീട്ടിലേക്ക് വരുന്ന വഴി വീണ്ടും ആക്രമണം. പതിയിരുന്ന് ആക്രമിക്കുകയായിരുന്നുവെന്ന് കുടുംബം പരാതിയിൽ പറയുന്നു. ഓട്ടോറിക്ഷയുടെ ചില്ലുകൾ അക്രമികൾ അടിച്ചു തകർത്തു. വീടിനു മുന്നിൽ സൂക്ഷിച്ചിരുന്ന സ്കൂട്ടറും നശിപ്പിച്ചു. തുടർന്ന് പോലീസ് എത്തിയെങ്കിലും അക്രമികളെ പിടികൂടാനായില്ല. പോലീസ് മടങ്ങിപ്പോയതിനു ശേഷം വീടിനു നേരെ കല്ലേറും അസഭ്യവർഷവും ഉണ്ടായതായി കുടുംബം ആരോപിക്കുന്നു. വീടിന് സമീപത്തെ ലഹരി സംഘങ്ങളെക്കുറിച്ച് കൃത്യമായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അക്രമികൾ ഉടൻ പിടിയിലാകുമെന്നും പോലീസ് അറിയിച്ചു.